1 ശമൂവേലിന്റെ പുസ്തകം 26:11 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവെപ്പാൻ യഹോവ സംഗതി വരുത്തരുതേ, എങ്കിലും അവന്റെ തലയ്ക്കലുള്ള കുന്തവും ജലപാത്രവും എടുത്തു കൊടുക്കാൻ നമുക്ക് പോകാമെന്ന് ദാവീദ് പറയും. നമുക്കറിയാം, ശൗല് ദാവീദിനെ കൊല്ലുവാനായിട്ട് ആളുകളുമായിട്ട് ദാവീദിന്റെ പുറകെ ദാവീദിനെ തെരഞ്ഞു നടക്കുന്ന കാലഘട്ടമാണ്. ദാവീദിനോടുള്ള അസൂയം കാരണം ദൈവിക തെരഞ്ഞെടുപ്പ് ദാവീദിന്റെ മേലേക്ക് മാറി എന്ന് മനസ്സിലായപ്പോൾ ദാവീദിനെ കൊന്നുകളയുവാൻ, ദാവീദിനെ സംഹരിച്ചു കളയുവാനായി ശൗല് പുറകെ നടക്കുന്ന കാലഘട്ടത്തിൽ ദാവീദിന്റെ മുമ്പിൽ ശൗലിനെ ദൈവം എത്തിച്ചു കൊടുത്തു പല പ്രാവശ്യം. അപ്പം ദാവീദിന്റെ കൂടെയുള്ളവർ പറയുന്ന വാക്കുകളുണ്ട്. ദാവീദിന്റെ കൂടെയുള്ളവർ പറയുന്നത്, നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമെന്നുള്ള വാഗ്ദത്തം പോലെ ഇതാ നിന്റെ ശത്രുവിനെ ദൈവം നിന്റെ കയ്യിൽ മുൻപിൽ കൊണ്ട് വെച്ചിരിക്കുക. പക്ഷെ ദാവീദ് ശൗലിനെ കൊല്ലുവാൻ തയ്യാറായില്ല. അപ്പം അതിന് കൊല്ലുവാൻ തയ്യാറാകാഞ്ഞതിന് കാരണം എന്തെന്ന് ദാവീദിനോട് നമ്മൾ ചോദിച്ചാൽ ദാവീദ് പറയുന്നൊരു വാക്കിതാണ്, ഞാൻ യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവെപ്പാൻ യഹോവ സംഗതി വരുത്തരുത്. യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവച്ചിട്ട് ആർ ശിക്ഷ അനുഭവിക്കാതെ പോകുമെന്ന് പറഞ്ഞു. ശൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ച് കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിന്റെ മനസാക്ഷി കുത്തി തുടങ്ങി. ദാവീദ് മനസ്സിലാക്കിയത്, ദാവീദ് ബഹുമാനിച്ചത് ശൗലിനേക്കാൾ ഉപരി ദൈവം ശൗലിനെ തെരഞ്ഞെടുത്തു എന്നുള്ള ബോധ്യവും ശൗലിന്റെ മേൽ ദൈവം പകർന്നു കൊടുത്ത അഭിഷേകത്തെയുമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു പക്ഷേ ദാവീദിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശൗല് പല രീതിയിൽ ദാവീദിനെ ഉപദ്രവിക്കുവാൻ നോക്കി. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ശൗല് ഒട്ടും പ്രിയപ്പെട്ടവനല്ല. നമ്മൾ പുറമേ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് ദൈവത്തിന്റെ ആ അഭിഷക്തൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത ശൗലിനെ, ദൈവത്തിന്റെ അഭിഷേകമാണ് ശൗല് ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ട് ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് ശൗലിനെ ബഹുമാനിച്ചു. ഈ തലമുറ, ഈ കാലഘട്ടം നമ്മൾ കാണുന്നത് ദൈവദാസന്മാരെ ബഹുമാനിക്കാത്ത വലിയൊരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. അവർക്കെതിരെ സംസാരിക്കുക, അവരെ പരിഹസിക്കുക, അവരെ നശിപ്പിച്ച് കളയുവാൻ നോക്കുക, അവരെ വലിച്ചു താഴെയിടാൻ നോക്കുക, അവർക്കെതിരെ സംസാരിക്കുക, മാത്രമല്ല അവരെ പരിഹസിക്കുക എന്ന് വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ മീഡിയകളിലൂടെയും അല്ലാതെയും നേരിട്ടും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ദാവീദിന്റെ അഭിഷേകം കണ്ടോ? ദാവീദ് ആ അഭിഷേകത്തെ റെസ്പെക്ട് ചെയ്തതുകൊണ്ട് ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു. ദൈവം ഒരുത്തനെ അഭിഷേകം ചെയ്താൽ ദൈവവും അവനുമായിട്ട് കാര്യം തീർത്തോളും. നമ്മളായിട്ട് കാര്യം തീർക്കാൻ പോകരുത്. അയ്യോ അവൻ അങ്ങനെ, അല്ലെ ആ ദൈവദാസൻ ഇങ്ങനെ, ആ ദൈവദാസന്റെ കുറവ് പറയാനായിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ദാവീദ് അഭിഷേകത്തെ ബഹുമാനിച്ചപ്പോൾ പഴയ നിയമത്തിൽ ആർക്കും ചുമക്കാൻ കഴിയാത്ത ആ വലിയ അഭിഷേകം കൊണ്ട് ദൈവം ദാവീദിനെ മാനിച്ചതുപോലെ നീ അഭിഷേകത്തെ റെസ്പെക്ട് ചെയ്താൽ, ദാവീദ് പറഞ്ഞ വാക്ക് മറക്കല്ലേ, ദൈവത്തിന്റെ അഭിഷക്തനെ, ശൗലിൽ നിന്നല്ല പറഞ്ഞത്, ദൈവത്തിന്റെ അഭിഷക്തനെ, ആ അഭിഷേകത്തെ നിങ്ങൾ ബഹുമാനിക്കുക. ആരുമായിക്കോട്ടെ പ്രിയപ്പെട്ടവരെ, എന്തുമായിക്കോട്ടെ, ആ പുള്ളി വിദ്യാഭ്യാസമുള്ള ആയിക്കോട്ടെ, ദരിദ്രനായിക്കോട്ടെ, സമ്പന്നനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, പക്ഷെ ദൈവം തെരഞ്ഞെടുത്താണ്, ദൈവവചനം പറയുന്ന ആളാണെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വായ കൊണ്ട് അനാവശ്യമായ വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ ദോഷം വരുത്തി വെക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ 105 സങ്കീർത്തനങ്ങളിൽ പറയുന്നു, എൻ്റെ അഭിഷക്തന്മാരെ തുടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. പിന്നെ റോമർ 14:4 പറഞ്ഞു, മറ്റൊരു ദാസനെ വിധിപ്പാൻ നീയാർ? ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ വേലക്കാരെ വിധിപ്പാൻ നമുക്ക് അധികാരമില്ല, അത് ദൈവം നോക്കിക്കോളും കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട, കർത്താവ് നടത്തട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം വചനം എന്തു പറയുന്നു അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. അങ്ങനെ വരുമ്പോൾ ദൈവിക അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും.